ആര് ഒത്തിരി ഉണ്ട് കേട്ടോ ഈ സൈഡ് കുരങ്ങന്മാർ. അപ്പം ഇവന്മാരെല്ലാം മ്ലാവിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പം മ്ലാവ് അവിടുത്തെ ഒരു സെക്യൂരിറ്റിയായിട്ട് ഭയങ്കര അടുപ്പം തോന്നുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പയ്യെ കയറിപ്പോൾ, പക്ഷേ അയാൾ കയറിപ്പോൾ ഇച്ചിരി പാടിട്ടു. കണ്ടോ മ്ലാവ് ഉണ്ടോ? ആ സെക്യൂരിറ്റിക്കാരൻ്റെ ഭയങ്കര കൂട്ടാൻ തോന്നും. അടുത്ത് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ പേടിയാണ് കേട്ടോ. നമ്മളായിട്ട് എങ്ങനെ പക്ഷേ ഇതെല്ലാവരും ഇണങ്ങുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അവർ കൊടുക്കുന്ന ഭക്ഷണം എല്ലാം കഴിച്ചാൽ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പം താഴെ നോക്കിയപ്പോൾ കുരങ്ങും കുഞ്ഞും കൂടെ അവിടെ ഇരുന്ന് അവരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒത്തിരി കുരങ്ങുണ്ട്. പക്ഷേ ഈ കുരങ്ങന്മാരാണെങ്കിൽ നമുക്ക് കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ തട്ടിപ്പറിക്കാൻ വരും കേട്ടോ. അപ്പം ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോയിരിക്കുന്നത് ഏറ്റവും നല്ലത്. പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാരൊക്കെ കയ്യിൽ എന്തെങ്കിലും കൊണ്ടുപോകും, പക്ഷേ ഇപ്പോൾ അവരങ്ങനെ കൊണ്ടുപോകത്തില്ല. അപ്പം അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പം ഇറങ്ങിയപ്പം ഒത്തിരി ആൾക്കാരൊക്കെ ഏകദേശം ബോട്ടിങ് കഴിഞ്ഞിട്ടല്ല, ഈ ആദ്യമൊക്കെ 2 മണിക്ക് കണ്ട് ബോട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു, 2-നോ 1:30 കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നവരാ ഈ ഇവിടെ ഉള്ളവർ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏകദേശം ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ബോട്ടിങ്ങൊക്കെ പോയിട്ട് വന്നിരിക്കുന്നവരാ. അപ്പോൾ കുരങ്ങ് നോക്കിയാൽ മരത്തിൻ്റെ മണ്ട കയറി ഭയങ്കര കളിയാണ്. പിന്നെ ഒരു സായിപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുക. അപ്പം ഈ മ്ലാവിനെ കാണാനല്ല കൂടുതലും ആൾക്കാരെ അവിടെ വന്ന് നിൽക്കുന്നത്. കണ്ടോ, അവരുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. അന്നേരം ഞങ്ങൾ പയ്യെ ഇറങ്ങി എടുത്തതാണ് വീഡിയോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു ഇതുണ്ട് കോഫി കുടിക്കുന്നത്. അപ്പം അത് നമ്മൾ ബോട്ടിങ് പോലെ അത് പണിത് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ട്രെക്കിംഗ് ഒക്കെ പോയ ആൾക്കാരൊക്കെ വരുന്നത് കാണാമായിരുന്നു നമുക്ക് നന്നായിട്ട്. ആ സൈഡിലൂടെയൊക്കെ ആണെങ്കിൽ ഫുള്ളും ട്രെക്കിംഗ് ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ അതൊക്കെ ഏകദേശം ഒന്ന് കണ്ടു. അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ അതിനെ കളിച്ചുകൊണ്ടിരിക്കുക. രസമാണ് കേട്ടോ, നല്ല രസമായിരുന്നു അവിടെ നിൽക്കുക. നല്ല വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ഞങ്ങളുടെ ബസ് വന്നു. അപ്പോൾ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കി. വരുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് മ്ലാവിനെ കണ്ടു, പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ബസ്സിലായതുകൊണ്ട് അത് ഞാൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡായിപ്പോയി, അതുകൊണ്ട് അതെടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ബസ്സൊക്കെ പയ്യെ നീങ്ങി തുടങ്ങി. ഞാൻ ഓർത്തായിരുന്നു ഇടയ്ക്കൊക്കെ എന്തെങ്കിലും മൃഗങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന്, പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. അന്നേരം ഞങ്ങൾ പിന്നെ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നതൊക്കെ അവിടെ ഉള്ള ഫോറസ്റ്റുകാരൊക്കെ താമസിക്കുന്ന വീടും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ്. പിന്നെ ഇടയ്ക്ക് നല്ല വ്യൂ ആണ് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഒരു പക്ഷികളൊക്കെ ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ. ശരിക്കും വന്ന് കാണേണ്ട സ്ഥലം തന്നെ തേക്കടി. അത്ര നല്ല രസമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഈ കാശ്മീരികളുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ തേക്കടിയിൽ. പക്ഷേ നല്ല വിലയാണ് കേട്ടോ. നമ്മളിപ്പോൾ മേടിക്കുമ്പോൾ നല്ല വിലയുണ്ടെന്ന് തോന്നും ഇതിനൊക്കെ. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ. അപ്പം ഞങ്ങൾ ഏകദേശം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഈ കാണുന്ന തേക്കടി പള്ളി കേട്ടോ. പിന്നെ ഫ്ലവർ ഷോ നടത്തുന്ന സ്ഥലവും ഒക്കെയാണ് ഈ കാണുന്നതൊക്കെ. അന്നേരം ഇങ്ങനെ നടന്നു ഞങ്ങളുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ ഒരു കളരിയുടെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ അത് രാത്രിയിലേ പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ അത് അവിടെ പോയി കാണിച്ചു തരാം കേട്ടോ. അതാണ് തേക്കടി പള്ളി കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.